ലോക്സഭയിലെ അമേരിക്കൻ പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ ഏറ്റവും ശക്തനായ പ്രതിനിധിയുമായ സുരേഷ്, പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ടീച്ചർ, നമ്മുടെ നഗരത്തിന്റെ മുൻനിരയിലായിരുന്ന ശ്രീ ഷുക്കു, പാസ്പോർട്ട് ഓഫീസിലെ DPO പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ വൈസ് ചെയർമാൻ അൻസാരി, കൗൺസിലർ ഹസീന, ബഹുമാന്യരായ ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ നേതാക്കന്മാരായ ശ്രീ കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട ജനപ്രതിനിധികളായ മറ്റുള്ള മാധ്യമ സുഹൃത്തുക്കളെ, പോലീസ് സുഹൃത്തുക്കൾ, ആലപ്പുഴ ജില്ലയ്ക്ക് സ്വന്തമായിട്ട് ഒരു പാസ്പോർട്ട് ഓഫീസ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് ജോലി ആവശ്യത്തിനായാലും മറ്റു കാര്യത്തിനും പോകുന്ന ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. നമ്മുടെ ബാങ്കിങ് നിക്ഷേപം നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ NRI നിക്ഷേപങ്ങളുള്ള ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേര് അവരുടെ ഉപജീവന മാർഗത്തിനായി, നാടിന്റെ പുരോഗതിക്കായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ ഏറെ അപേക്ഷകരാണ് ഓരോ ദിവസം കഴിയുമ്പോഴും പാസ്പോർട്ടിന് വേണ്ടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രൊസീജിയർ നമുക്കറിയാം. നേരത്തെ ഉണ്ടായിരുന്നത് കൊച്ചിയിൽ പാസ്പോർട്ട് ഓഫീസിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പാസ്പോർട്ട് ഓഫീസിൽ പോയി അപേക്ഷിച്ച് ദിവസങ്ങളോളം അതിന് പിന്നാലെ നടന്നാൽ മാത്രമേ പാസ്പോർട്ട് ലഭ്യമാകൂ എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വളരെ അത്യന്താധുനികമായ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഡെലിവറി സിസ്റ്റം ഇവിടെ നിലവിൽ വരികയാണ്. സൂചിപ്പിച്ചതുപോലെ പോലീസ് വെരിഫിക്കേഷന്റെ നടത്തിക്കഴിഞ്ഞ കേസുകളിൽ അടക്കമുള്ള കാര്യങ്ങളുമായി വന്നാൽ ഒരു ദിവസം കൊണ്ട് എല്ലാ ഫോർമാലിറ്റീസും തീർപ്പാക്കാൻ കഴിയാവുന്ന, ഒരു ദിവസം 300ഓളം അപേക്ഷകർക്ക് ഈ സിസ്റ്റത്തിൽ വെച്ച് അവരുടെ അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരു വർഷത്തിനകത്ത് 50,000-ഓളം അപേക്ഷകർക്ക് പാസ്പോർട്ട്, പുതുതായിട്ട് പാസ്പോർട്ട് നമ്മുടെ ജില്ലയിൽ ഇഷ്യൂ ചെയ്യാൻ കഴിയത്തക്കവണ്ണം ഈ ജില്ലാ പാസ്പോർട്ട് ഓഫീസ് സേവാ കേന്ദ്ര സജ്ജമായി എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ പ്രാരംഭദശയിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇപ്പൊ ഇതിനകം തന്നെ 50,000-ഓളം പാസ്പോർട്ടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 50,000 പാസ്പോർട്ട് അപേക്ഷകൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ അത് നമ്മൾ കാണിക്കുന്നത് എന്തുമാത്രം തിരക്കാണ് നമുക്ക് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് സമയം കൊടുത്ത് അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ഹാജരാകാൻ പറഞ്ഞ് ഹാജരായി കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ എല്ലാ ഫോർമാലിറ്റികളും തീർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ആധുനിക രീതിയിൽ ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഈ സേവനം പരിപൂർണമായി എത്താൻ കഴിയുന്നു കാണുന്നത് സന്തോഷവും ജനതാക്ഷ്യമുണ്ട്. ആലപ്പുഴയും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. സഹപ്രവർത്തകർ ശ്രീ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തുടങ്ങാൻ നമുക്ക് സാധിച്ചത്. ഇവിടെ അപേക്ഷകൾ സത്യമാണ്. സുരേഷ് പറഞ്ഞത് 50,000-ഓളം കേസുകൾ ഒരു കൊല്ലം വരുമെന്ന് പറഞ്ഞപ്പോൾ ചെങ്ങന്നൂർ അടക്കമുള്ള ഒരു പ്രദേശത്തു കൂടി ആലപ്പുഴയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആവശ്യമാണ് എന്നുള്ള കാര്യം സംശയമില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ കൂട്ടായിട്ട് ഈ ജില്ലയ്ക്ക് ഒന്നുകൂടി അനുവദിക്കുന്നതായിട്ടുള്ള പരിശ്രമം നടക്കും അടുത്ത ഘട്ടത്തിലേക്ക് എന്നുള്ള കാര്യം. 2 കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ ചെറിയ പാലാരിഷ്ടങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു ദിവസം ഓൺലൈൻ, ഞാനിപ്പോ 1-2 പേര് പരാതിയായിട്ട് വന്നു. ഓൺലൈൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അന്ന് എന്തെങ്കിലും കാരണവശാൽ ഹാജരാകാൻ കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഡേറ്റിൽ അന്ന് ഹാജരാകാൻ കഴിയാതെ വന്നാൽ പകരം അടുത്ത ദിവസം അത് ഹാജരാകാൻ അവർക്ക് കഴിയും. പിന്നെ അവര് ഇന്നത്തെ സാഹചര്യത്തിൽ 15 ദിവസം കാത്തിരിക്കണം. അല്ല, അത് ക്യാൻസൽ ചെയ്ത് പുതിയ ബുക്കിംഗ് നടത്തണം. കമ്പ്യൂട്ടർ സിസ്റ്റം ആയതുകൊണ്ട് ആ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ചില ആധുനിക സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്നിപ്പോ നമ്മള് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത് ഇനി എന്തെങ്കിലും കാരണവശാൽ ഹാജരാകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത ഒരു 15 ദിവസം കഴിയുന്നവരെ അയാൾ കാത്തിരുന്നതാണ്. പോലീസ് വെരിഫിക്കേഷനകത്ത് ചില കാലതാമസം ഇപ്പോഴുമുണ്ട്. നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആധുനികവൽക്കരിക്കുകയും കമ്പ്യൂട്ടർ സൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും അതിന് അത്യന്താനുസരണം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കൃഷ്ണനെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി അവിടെ വെച്ച തീരുമാനം പറഞ്ഞിരിക്കുകയാണ്, പോലീസ് വെരിഫിക്കേഷനും ഏറ്റവും ആധുനിക രീതിയിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ആയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കും. പാസ്പോർട്ട് ഓഫീസർമാരും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ചു കൂട്ടിയിട്ട് പോലീസ് വെരിഫിക്കേഷനകത്തുള്ള കാലതാമസം ഒഴിവാക്കിയെടുക്കുന്നതിനും അതും വളരെ സ്പെസിഫിക് ആയി ഈ അത്യന്താധുനികമായിട്ടുള്ള നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വെരിഫിക്കേഷനും പെട്ടെന്ന് നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൂടി കഴിയുന്നതോടുകൂടി വളരെ എളുപ്പം നമ്മൾ ഇന്നിപ്പോ കാണുന്ന 4-5 ദിവസം എടുക്കുന്നതിനപ്പുറം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ പാസ്പോർട്ട് വിതരണം ചെയ്യാനും പ്രത്യേകം വളരെ ലഘൂകരിക്കാനും കഴിയും എന്നുള്ള കാര്യം സംശയമില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സേവനം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഇതിനെ നേരത്തെ സൂചിപ്പിച്ച ഒരു പൈസയും വ്യത്യാസമില്ല. അത് ദരിദ്രനാർക്കും ഉണ്ട്. സാധാരണ അവരെന്തിനാണോ പാസ്പോർട്ട് അപേക്ഷ ചെയ്യുന്നത് അതേ തുക തന്നെയാണ് ഇതിന് പ്രത്യേക സേവാകേന്ദ്രം വന്നതുകൊണ്ട് ഒരു അഡീഷണൽ പൈസ അവർക്ക് ആരും വാങ്ങിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇതിന് മെച്ചപ്പെട്ട സേവനം, നമ്മുടെ ആധുനികതയുടെ അത്യന്താനത്തിൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം. അതല്ലാതെ മറ്റു കാര്യങ്ങളില്ല. ആ ഉദ്ദേശത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമങ്ങളിൽ പങ്കാളിയായിരിക്കണം. അതിന് പങ്കാളിയായ CSനെയും ഞാൻ ഇക്കാര്യത്തിൽ അവരുടെ പങ്കാളിത്തവും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ് ഇഷ്യൂവിംഗ് അതോറിറ്റി. ഇപ്പോഴും ഫൈനൽ ഇഷ്യൂവിംഗ് അതോറിറ്റി RPO തന്നെയായിരിക്കും. അപ്പൊ ബാക്കി എല്ലാ പ്രോസസ്സിങ്ങും ഇവിടെ നടത്തി തീർക്കാൻ കഴിയുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ മുഹൂർത്തത്തിൽ നല്ല മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിനുള്ള ഏറ്റവും അകമഴിഞ്ഞ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ചടങ്ങിൽ പങ്കെടുക്കാവുന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന്